ചാലക്കുടിയിൽ കോൺഗ്രസ് കൗൺസിലറെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ LDFിൽ പൊട്ടിത്തെറി. കോൺഗ്രസ് കൗൺസിലറായിരുന്ന ബിജു എസ് ചിറയത്തിനെ കേരള കോൺഗ്രസ് എമ്മിൽ എത്തിച്ച് സ്ഥാനാർത്ഥിയാക്കാനാണ് CPM നീക്കം. ഇതിനെതിരെ കടുത്ത വിമർശനവുമായി മാണി വിഭാഗം നേതാക്കൾ രംഗത്തു വന്നു. കേരള കോൺഗ്രസിലെ ഡെന്നീസ് കെ ആന്റണിയെ തഴഞ്ഞാണ് ബിജുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ചാലക്കുടിയിൽ UDF കൗൺസിലറായിരുന്ന ബിജു എസ് ചിറയത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ LDFിൽ കലാപം. കേരള കോൺഗ്രസ് എമ്മിൽ എത്തിച്ച ശേഷം ബിജുവിനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു CPMന്റെ നീക്കം. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ വലിയ വിമർശനവുമായി കേരള കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നു. ചാലക്കുടിയിലെ ഇത് പേയ്മെന്റ് സീറ്റാണെന്നും ഒരു വിഭാഗം കേരള കോൺഗ്രസുകാർ ആരോപിക്കുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിൽ നിന്നും LDFിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡെന്നീസ് കെ ആന്റണി 1050ഓളം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഡെന്നീസിനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നീക്കം. എന്നാൽ കേരള കോൺഗ്രസിന്റെ തീരുമാനം മറികടന്നുകൊണ്ടാണ് CPMന്റെ കടുംപിടുത്തത്തിൽ ബിജു എസ് ചിറയത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. നഗരസഭയ്ക്ക് പുറത്ത് പരിചിതനല്ലാത്ത വ്യക്തി കൂടിയാണ് സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിക്കുന്ന ബിജു എസ് ചിറയത്തെന്ന് LDFിൽ തന്നെ അടക്കം പറച്ചിലുണ്ട്. കേരള കോൺഗ്രസിന്റെ അതൃപ്തി നിലനിൽക്കെ CPM അവരുടെ താൽപ്പര്യവുമായി മുന്നോട്ട് പോവുകയാണ്. ബിജുവിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ കേരള കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങില്ലെന്നും നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. ജനം, തൃശൂർ.